ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. സ്ട്രീമിങ് പെർപ്ലെക്സിറ്റിൻ്റെ ഇത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആക്ച്വലി അവരുടെ 18 വാലുവേഷനിൽ നിന്ന് നമ്മളിപ്പോൾ 20 ബില്യണോളം വാലുവേഷൻ ആയിട്ടുണ്ട്. ആക്ച്വലി അവർ ഇത് ഒരു ഫണ്ട് റൈസിങ്ങിൽ 200 മില്യണും കൂടെ അവരിപ്പം ആക്ച്വലി റൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ വേറെ ഇത്. സോഹോ, വി ആർ ദ ഓൺലി കമ്പനി ഇൻ ദ വേൾഡ് ദാറ്റ് ക്യാൻ ട്രൂലി ടേക്ക് ഓൺ മൈക്രോസോഫ്റ്റ്. Soho founder Siddharth Nandu, a made-in-India tech giant going head-to-head with one of the world's most powerful companies. ഗൈസ്, ഞാൻ സോഹോനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബട്ട് ഐ കുഡിൻ നോ എന്താണ് ഇത് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ സോഹോ ഫൗണ്ടർ ശ്രീധരൻ വെമ്പു ജസ്റ്റ് സെഡ് വി ആർ ദ ഓൺലി കമ്പനി ഇൻ ദ വേൾഡ് ദാറ്റ് ട്രൂലി ടേക്ക് ഓൺ മൈക്രോസോഫ്റ്റ്. ജോലി തമിഴ്നാടിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ പുള്ളിനെ കുറിച്ചായിരിക്കും. പുള്ളി വളരെ ഇന്നും ഈ ഒരു ടെക്കിൻ്റെ ഒരു വലിയ ആളാണെങ്കിലും പുള്ളി വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് പുള്ളി ആക്ച്വലി നയിക്കുന്നത്. കാരണം ആ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഇപ്പോഴും ലീവ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ മാറ്റം. ബ്രാഡ് പീറ്റ് ഇതെല്ലാം ഇന്നലെ കണ്ട ഫീഡാണ് ഗൈസ്. ഇത് ഫുള്ളും എന്ത് ചെയ്യാനാ, ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ആൾക്കാർ ഇത് നമുക്ക് ഇതാക്കി തരുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. 10 ബില്യണോ എൻ്റെ മോനെ! എലോൺ മസ്ക് എക്സേ റൈസസ് 10 ബില്യൺ 200 ബില്യൺ വാല്യൂഷൻ. അവന്മാർ അടുത്തൊരു 10 ബില്യണും കൂടെ അവന്മാർ റൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഇതിനകത്ത് ഗ്രോക്കിൻ്റെ ആണെങ്കിൽ എക്സൈൻ്റെ ആണല്ലോ ഗ്രോക്കിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ അവന്മാർ പുതിയൊരു സാധനം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം നമ്മളൊരു ഫോട്ടോസിനെ നമുക്കത് വീഡിയോസ് ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതിപ്പം അതേപോലെ തന്നെ ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി, പണ്ടത്തേതിനേക്കാളൊക്കെ വളരെ നല്ല ക്വാളിറ്റിയിലാണ് അവരിപ്പം നമുക്ക് തരുന്നത്. കുറേയധികം ഇത് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആക്ച്വലി ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു വീഡിയോസ് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ട്. അതായത് വേറെ കോപ്പിറൈറ്റഡ് കണ്ടൻറ്റ് അവർക്ക് യൂസ് ചെയ്യാതിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. സത്യം പറയാലോ, അത് ഭയങ്കര കിടിലൻ പരിപാടിയാണ് ഈ എക്സൈൻ്റെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇവർ ജെഫ് ബെസോസ്, സ്റ്റീവ് ജോബ്സ്, ലാരി എലിസൺ, ഇവർ 3 പേരും കൂടെ ഉള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം $650 ബില്യൺ. വളരെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള കിടിലൻ CEOs ആയിരുന്നു ഇവരെല്ലാവരും. ഗൈസ്, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ എൻ്റെ സ്പീക്കർ ഓക്കാൻ ആക്കിയിട്ടില്ല ഗൈസ്. Bluetooth mode. Interesting learning is we have this testing group of it, and very few of the users, this is back when the model was really bad, very few of the users actually stuck with it. Retention was atrocious. But for the users that did retain, their usage increased over time. And again, we almost didn't launch it because of that. And an important learning that I've later reflected on is if you have a product that has any retention at all, you're actually in really good shape. If it's 5%, that can be totally fine. The default is almost always all the way down straight line to 0. But I didn't quite understand that as intuitively at the time. Another interesting learning. ഈ ചെറിയ രീതിയിൽ എന്തൊക്കെയോ ഒരു റിട്ടൻഷൻ, അതായത് ഇവരുടെ ChatGPT സാധനമല്ല, ഈ സാധനത്തിൻ്റെ റിട്ടൻഷനെ കുറിച്ചായിരിക്കും പറഞ്ഞേക്കുന്നത്. അല്ലാതെ എനിക്ക് ഒരു ഇതിനകത്ത് മനസ്സിലായിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, ഇത് കണ്ടതിലായിപ്പോയെന്ന അവസ്ഥ. മൈക്രോസോഫ്റ്റ് ബ്ലോക്സ് ദ ഇസ്രായേൽ മിലിറ്ററി ഫ്രം ക്ലൗഡ് ആൻഡ് AI സർവീസസ്. ഇസ്രായേൽ മിലിറ്ററീസിനെ മൈക്രോസോഫ്റ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. അതിന് എന്തെങ്കിലും പ്രൈവസി, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഈ യൂസ് ടെക്നിക് ആസ് കട്ട് ഓഫ് മിലിറ്ററി ആക്സസ് ഓവർ പ്രൈവസി കൺസേൺസിൻ്റെ ഭാഗമായിട്ടാണ് അവർ മിലിറ്ററിൻ്റെ ഇത് മാറ്റി കിടക്കുന്നത്. വിച്ച് ഈസ് just a neutral provider but an active gatekeeper of how powerful technologies are used. Seenanallo guys. So we just have this playbook for how we do this, and there's phase 1 is build a thing that kind of sparks some joy and that people appreciate. Then from there you want to get to something that is retentive, so that way people who have a good experience with the thing come back and want to keep using it. And those two things are not
they're not always the same. There are a lot of things that people think are awesome, but may not, always come back to. I mean, I think some of what people are seeing now around like ChatGPT is part of that. This level of AI it's like a miracle, right? It's awesome, but I mean that doesn't mean that everyone is going to have a use case every week, right? So I think that there's first is like create the spark, second is create the retention. Then once you have retention, then you can start encouraging more people to join. But if people aren't going to be retained by it, why would you ask people to go sign up for something, right? So kind of step one, spark. Step two, retention. Step three, growth and scaling the community. And then only at that point is step four, which is monetization. We take a while to go through all of those. I mean, we're really, in some sense, only getting started on the monetization of the messaging experiences like WhatsApp now with stuff like business messaging. But it took a while. 2 billion people use the product every day, right? So we scaled it pretty far. But I think with our model that sort of works. So we just have this playbook for how we. ഗൈസ് ഇത് മറ്റേ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നോക്കിയാൽ മതി. ആദ്യം അതൊരു സ്പാർക്കായിരുന്നു. അതായത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം സ്പാർക്കായിരുന്നു. പിന്നെ ചെറിയ ശതമാനം ആൾക്കാരായിരുന്നു ആദ്യം ഇതിനകത്ത്. ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ റെറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഒരു മിനിമൽ നമ്പർ ഓഫ് പീപ്പിൾസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ അത് ആൾക്കാരിലേക്ക് ഇവർ പുള്ളി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുള്ളി ചെയ്ത് ഇപ്പോൾ ആൾക്കാർ നല്ല റെറ്റൻഷൻ, അതായത് ചിലപ്പം ഒരു ദിവസത്തിൽ 6-7 മണിക്കൂർ തന്നെ ചില ആൾക്കാർ, അതിനും കൂടുതൽ ആൾക്കാർ ഈ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ സൈറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ, ഈ ഒരു സ്ട്രീം എന്ന് പറയുന്നത് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് ഉണ്ടാവും. അതിനകത്ത് ഫുള്ള് ഞാൻ എസ്പെഷ്യലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ അത്രയധികം റെറ്റൻഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ആ റെറ്റൻഷന് ശേഷമായിരിക്കും മറ്റേ മോണിറ്റൈസേഷൻ പരിപാടി. ഇപ്പം അതായത് ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ലൈക്സ് കിട്ടിയാൽ അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ വേറെ പല ആളുകൾക്ക് മോണിറ്റൈസേഷൻ പരിപാടി അങ്ങനെ എല്ലാം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. XAI ഗൈസ്, XAI. And how old were you when you started this company? ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗൈസ്. ഇതിൽ കാര്യമില്ല ഗൈസ്, ഇത് കഴിഞ്ഞില്ലേ. പോൾ ഗ്രഹാം recipe for doing great work. പുള്ളി ഇതൊക്കെ ഇരുന്ന് വാങ്ങിക്കണം ഗൈസ്. എനിക്ക് മടുപ്പാണ് ഗൈസ്, നല്ല കാര്യമില്ല. ക്ലൗഡി ഗൂഗിളിൻ്റെ പോർട്ട്ഫോളിയോ ആണല്ലോ. ഗൂഗിൾ പോർട്ട്ഫോളിയോ ഇതിനകത്ത് കിറ്റ്ലാബ് അറിയാം, നെറ്റ്സെറ, റെവല്യൂഷൻ മെഡിസിൻസ് അറിയില്ല, AST സ്പേസ് മൊബൈൽസ് അറിയില്ല, ARM അറിയില്ല, ഫ്രഷ് വർക്ക് അറിയില്ല, UiPath അറിയില്ല, പ്ലാനറ്റ് അറിയില്ല. ഇതിനകത്ത് അങ്ങനെ ഒന്നും തന്നെ അറിയുന്ന ഒരു സാധനം തന്നെ ഇല്ല. അതാണ് ഇതിനകത്ത് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ സ്റ്റീവ് ജോബ്സ് ബിഗ്ഗസ്റ്റ് ബിട്രയൽ. CEO into Apple's war. He thought he was inviting a friend. Instead, he handed a spy iPhone. They would try so. എന്താ It's a stolen product.
സ്റ്റീവ് ജോബ്സിന് വരെ അങ്ങനെ ഒരു പണി കിട്ടുന്നുണ്ട്. ഈ പുള്ളീനെ അവിടേക്ക് വിളിച്ച് എന്നിട്ട് അതിനകത്തൊരു സ്പൈ വൈറസ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഇതിനകത്ത് ആക്കി. ഈ ഹാൻഡിൽ സ്പൈ ദ ബ്ലൂ പ്രിന്റ് ടു ഐഫോൺ. എൻ്റെ അമ്മ, അതുവഴിയായിട്ട്, അതായത് പണ്ട് ആപ്പിളിന് വളരെ മെജോറിറ്റി ഓഫ് മൊബൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ കീഴിലായിരുന്നു. അതിന് ശേഷം ഈ ഒരു ആൻഡ്രോയിഡ് ഇവർ ഫ്രീ ആയിട്ട് യൂസേഴ്സിന് വേണ്ടി ഇതാക്കിയപ്പോഴത്തേനും ആപ്പിൾ ആരെയൊക്കെ സ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. HTCനെ, മോട്ടറോളനെ, സാംസങ്ങിനെ എല്ലാം സ്യൂ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടാണെങ്കിൽ 70% ആൻഡ്രോയിഡ് യൂസേഴ്സ് ആയി ആക്ച്വലി. ബാക്കി 30% മാത്രമാണ് ആപ്പിൾ യൂസേഴ്സിൻ്റെ, ആപ്പിളിൻ്റെ ആ ഒരു എക്കോസിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത്. അപ്പം സ്റ്റീവ് ജോബ്സിന് വരെ പണി കിട്ടുമെന്ന് സിമ്പിളായിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ഗൈസ്. ഓക്കെ, കിട്ടിപ്പോയതാണ്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റീവ് ജോബ്സിൻ്റെ കഥയൊക്കെയായിരുന്നു നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി. സ്റ്റീവ് ജോബ്സ്, ജോൺസിന. If you ever get to be on the red carpet and ask a question to someone, either living or dead, who would you have loved to have a conversation with? So if we get to swap places and I get to ask you a question, you flew in when? That's not my question. You flew in from India, correct? When? I flew in yesterday. And how long was the flight? My flight was from Bombay, Abu Dhabi, London. 10 and a half? Yes. Okay, so my question to you was, you fly all this way to be in the heat, to be behind the camera and drive a journalistic interview. Why do you do what you do? Because I absolutely love the movies. It's in my blood. And I can't think of doing anything else than this. This moment that I'm sharing with you right now is exactly why I think I was born and why I'm here. Absolutely love my job. That's one hell of an answer. I dig your passion, and I think that's who I would ask and why I would ask it. So thanks for making me think that way. I appreciate you. Thank you, John. Thank you so much. If you ever get to be on the red carpet and ask a question to someone, ഗൈസ്, അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെയൊക്കെ ഇതാക്കും, ഇങ്ങനെ ചോദിക്കും എന്നൊക്കെ ഞാനതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു. ജോൺസിനെ ഇങ്ങനെ ചോദിക്കാം എന്നൊക്കെ തന്നെ. Elon Musk has Grok 5. Grok 5 XA has a chance of reaching AGI with Grok 5. Never thought that before. This may establish an AGI benchmark, achieving even higher score than its previous high with the auto. No other model even comes closer and has not passed Grok store performance. Currently, Grok is the AGI than any other AI models. അപ്പം ChatGPTക്കൊക്കെ ഒരു പണി ഇതാക്കിയേക്കാണ്. ChatGPTക്കുള്ള ഒരു ഊക്കും കൂടിയാണ്. കാരണം ChatGPT ഒന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. ബട്ട് എനിക്ക് ഭയങ്കര ഗ്രോക്ക് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ എന്താ പറയുക, പണ്ടത്തെ പോലെ അങ്ങനെ ഇമേജസ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ അത്ര ലാർജ് ഒരു 60-70 ഒരു ദിവസം കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ അമ്മാതിരി രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇപ്പോൾ 20 മുകളിലൊക്കെ സാധനം നമുക്ക് ജനറേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വീഡിയോ ഫീച്ചർ അത് കിട്ടില്ല സാധനമാണ്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കിട്ടുന്ന സാധനമായിട്ടുണ്ട്. എനിക്ക് ChatGPTനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സ്റ്റോറി കണ്ടന്റ് ക്രിയേഷനൊക്കെ ആക്ച്വലി ഗ്രോക്കാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ നിർമ്മിക്കാനും ഗ്രോക്കാണ് എനിക്ക് കുറച്ചും കൂടെ വളരെയധികം ഇഷ്ടം എന്ന് പറയുന്നത്. ഗ്രോക്ക് സുക്കർബർഗ്. ഇത് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റോറിയാണ് ഗൈസ്. ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന സമയത്ത് സുക്രണം പോയിട്ട് വാട്സപ്പ് വാങ്ങി. അപ്പോൾ എല്ലാവരും വിചാരിച്ചൊരു മണ്ടത്തരാണ്. പിന്നെയല്ല, ഇപ്പോൾ 2 ബില്യൺ യൂസേഴ്സാണ് വാട്സപ്പിന് ആക്ച്വലി ഉള്ളത്. 2 to 3 ബില്യൻ്റെ മുകളിലാണ് അതിൻ്റെ യൂസേഴ്സ് ഉള്ളത്. എൻ്റെ അമ്മോ, ടിം കുക്ക്, എൻ്റെ അമ്മോ, സ്റ്റീവ് ജോബ്സിനേക്കാളും കൂടുതൽ കാലം ടിം കുക്കാണ് ആപ്പിളിൻ്റെ CEO ആയിട്ട് ആക്ച്വലി ഇരുന്നത്. ആപ്പിൾസ് മാർക്കറ്റ് വാല്യൂഷൻ ഗിവ് ഓവർ അണ്ടർ കുക്ക്. എൻ്റെ അമ്മ, വാല്യൂഷൻ 2.5 ട്രില്യനാണ് ഗ്രോ ആയത്. 13 വർഷമായി പുള്ളി ഇതിൻ്റെ ആപ്പിളിൻ്റെ CEO ആയിട്ട്. He has also launched like the Apple Watch, AirPod M1, Vision Pro and built Apple service into $multi-million. അങ്ങനെ അത്രയും വലിയൊരു ഇതാക്കിയത് മാറ്റിയല്ലേ.
ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ കണ്ടതാണ്. 1996 ആൾക്കാർ ഇത് It'll be people will be regarded more as statistics than as actual people. I don't think it's going to be so nice. I think sort of all machines everywhere, everyone doing everything for you. You know, you'll get all bored, and I don't think it'll be so nice. I think it's going to be very boring, and everything will be the same. I mean, people will be the same, and things will be the same. First of all, there's computers are taking over now. Computers and automation. And in the year 2000, there just won't be enough jobs to go around, and the only jobs there will be for people with high HQ, high IQ who can work computers and such things. And other people are just not going to have jobs. There just aren't going to be jobs for them to have. And it'll be ഗൈസ് ഇതിനകത്ത് ചിലതൊക്കെ റൈറ്റ് ആണ്, ചിലതൊക്കെ റോങ്ങും ആയിട്ടുണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്, അല്ലാതെ കമ്പ്യൂട്ടർ ഇല്ലാത്ത ആൾക്കാരും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ എത്ര കാലം, അതായത് ഇനി നമ്മൾ 2100 ശേഷമുള്ള ഒരു സമയത്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് എന്തായിരിക്കും? അവിടെ ഫുള്ള് AI ആയിരിക്കും, റോബോട്ട് ആയിരിക്കും, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലരുടെ പ്രഡിക്ഷനൊക്കെ വളരെയധികം കറക്റ്റ് ആകും, ചിലരുടെ ഒരിക്കലും തന്നെ ആവില്ല. Returns to theaters this week. This week it will involve the 4X. Oh guys, അപ്പം ഇത് സെപ്റ്റംബർ മാസമായിരുന്നു ഗൈസ് അവർ ഇതാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം അല്ലാതൊന്നല്ല. എനിക്ക് സ്പൈഡർമാനെ കുറിച്ച് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നു, എനിക്ക് അണ്ണനെ ഓർമ്മ വരും. ടോം മക്യൂർ അങ്ങനെയാണ് പുള്ളിൻ്റെ പേര്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ബിൽ ഗേറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ കണ്ടോ? വേസ്റ്റ് മാനേജ്മെൻറ്റ്. Don't think like you're very smart, like strategizing the right way to build a company despite all like what big model labs are doing. You should assume that if you have a big hit, if your company is something that can make revenue on the scale of hundreds of millions of dollars or potentially billions of dollars, you should always assume that a model company will copy it. Mainly because they are really looking for revenue. They raise like tens of billions or close to 50 billion, and they need to justify all that capex spend, and they need to keep searching for new ways to make money. So they will copy anything that's good. I think you got to live with that fear. You have to embrace it and realize that like your mode comes from moving fast and building your own identity around what you're doing, because users at the end care. Like when you're trying to get like a specific person for your house help, you are searching for that specific person. You're not like going for a general agency that handles all of it, feeling excited about what you're going to build, because that's the only thing that will keep you going. Don't think like ഗൈസ് പുള്ളി പറയുന്ന ഒരു സത്യമാണ്. അതായത് ആക്ച്വലി അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് അമേരിക്കയിലെ ഓരോരോ ടെക് കമ്പനികൾ അവിടെ വളരെയധികം മാസീവായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യും. ഇപ്പം ChatGPT ആണ്, അങ്ങനെ മാസീവായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു സമയത്ത്, പണ്ടൊക്കെ ഗൂഗിള്, ആമസോൺ അങ്ങനെ ഓരോരോ കമ്പനികൾ അവിടെ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ യൂറോപ്പിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചങ്ങായിമാരുണ്ട്, 2 ചങ്ങായിമാർ. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ആപ്പിളിൻ്റെ ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിൻ്റെ പോലെ ആ ഒരു രീതിയിൽ തന്നെ ഒരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സാധനം ഈ ഒരു ജിമെയിൽ തന്നെ ആക്ച്വലി വിൽക്കും. അവർ ജർമ്മൻകാരാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അവരങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഫുൾ കോപ്പി അടിച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അതായത് സിമ്പിളായിട്ട് നോക്കിയാൽ എയർബിഎൻബിൻ്റെ കോപ്പി അടിയാണ് ഇവിടുത്തെ ഒയോ എന്ന് പറയുന്നത്. അങ്ങനെ പല എന്താ പറയുക ടെക് ആവശ്യമുള്ളവർ അങ്ങനെ കോപ്പി അടിച്ച് അത് ചെയ്യുന്നു. അതായത് ഈ ആമസോണിൻ്റെ വേറൊരു വേർഷനാണ് സ്വിഗ്ഗിയും സൊമാറ്റോ എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതേ രീതിയിൽ കോപ്പി അടിക്കാൻ അത്യാവശ്യം കഴിവൊക്കെ വേണം, എന്നാലേ നിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം കോപ്പി അടിക്കുക എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഫുള്ളായിട്ട് ബേസ് ചെയ്യണമെന്നല്ല, ബട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോപ്പി അടിക്കും നല്ല ഉപകാരം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു പ്രോബ്ലം, അതായത് ഇപ്പം സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. അതായത് ആൾക്കാർക്ക് വീട്ടിലേക്ക് ഇങ്ങനെ അവിടെ എടുത്ത് നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലേക്ക് അവർ എത്തിച്ചു കൊടുക്കും. അതൊരു പ്രോബ്ലം സോൾവിങ് ആയിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. അതൊരു നല്ല കാര്യമാണ്, അതവരിങ്ങനെ ചെയ്തു. അതാണ് ആക്ച്വലി കോപ്പി അടിക്കുന്നതല്ല, പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടി. യാപ്പ് Amazon Mukesh Ambani to build Asia's largest food park in India. Reliance to invest
40,000 കോടി രൂപ. എൻ്റെ പൊന്നു മക്കളെ, 40,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തൊരവസ്ഥയടേ, എന്തൊരവസ്ഥയടേ. 40,000 കോടി രൂപ. ജസ്റ്റിൻ ബീബർ ആണല്ലോ. Critics will say that you are basically a product of marketing. That when it comes down to it, it's all the YouTube hype, it's all the attention you get online. Okay. Do you see yourself as a product of marketing hype? I think that everything happened organically. It wasn't something that the record label was pushing. Coming from Stratford, Ontario, it basically gave others like hope because I come from somewhere that nothing really comes from there. Wait, Lloyd Robertson has come out of Stratford, Ontario and been famous. He anchors the national news on CTV. I'm just saying there hasn't been somebody to come out and be known worldwide. Okay. Do you agree in that point? Well, you know, it's hard to say because I think Lloyd Robinson is known in a little town in Germany. Probably not because he anchors the national news in Canada. So you're saying you got international appeal. That's the point you're making? Critics will say പുള്ളിക്ക് അന്ന് 15 വയസ്സങ്ങാണ്ടുള്ളൂ ആക്ച്വലി. ആ ഒരു സമയത്ത് പുള്ളി തരംഗമായിരുന്നു. എന്താണ് സാധനം? എന്റെ മോനെ, സീൻ. കിട്ടിയ സ്ക്രീൻ. അപ്പൊ സാധനം ഇനി വാങ്ങാനുള്ളവരൊക്കെ പോയി വാങ്ങിക്കോളും. അമ്മാതിരി കിട്ടുന്ന സാധനമാണ് അവരിറക്കിയിട്ടേക്കുന്നത്. എങ്ങനെയാണെങ്കിലും എന്റെ മക്കളെ, ഒബ്സെഷൻ ഗൂഗിൾ. ഇതൊക്കെ ഒരു കാലം. ഇതൊക്കെ ഒരു കാലം. ഇപ്പം എല്ലാം വേറെ രീതിയിലാണ് നോക്കുന്നത്. അതിന് വേറെ പൈസ. എന്തൊക്കെയല്ലേ കാണണ്ടേ. 1995 സ്റ്റോക്ക് എക്സ്ചേഞ്ച്. This is shared trading as it used to be, where brokers are elevated to the status of cult heroes and regulation spurned. For 2 hours every day, broker Sundar Iyer is crammed onto the trading floor. Tell us, what are all the hand signals? What are they for? That means we were buying at 85 and we are selling at 87.5. Two-way code. What's it like though at the moment out there on the floor? It must be tough. You're getting pushed and shoved. Does it get violent at times? Yes, many times when there are very volatile scripts, it does go beyond just pushing and prodding. It goes to deep shouting and even fights, hand fights. Sometimes it takes place, but that's all part of the game. Yeah, it's all part of the game, and people do enjoy it at the end of the day. The brokers still occasionally take time out. The stock exchange broker can just about take anything. Which are the hottest shares do you think at the moment? Today is the Birla Growth Fund Limited. Birla Growth is the hot tip. It is a hot tip because it is promoted by Mr. Aditya Birla. He is the owner of the Hindalco. He is today's blue chip of the stock exchange. So this is a blue chip for shares Today. So how quickly could I get my money back if I invested in this?
You will take the double money in the 3 months. Double the money within 3 months. അതൊക്കെ ഒരു കാലം. മറ്റേ ലക്കി ഭാസ്കർ സിനിമയൊക്കെ കണ്ടപ്പോഴാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും അന്നത്തെ ആ ഒരു സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെറിയ രീതിയിലൊക്കെ അറിഞ്ഞത് തന്നെ. അതല്ലാതെ വേറെ ഒരു സ്കാം 90 അങ്ങനെ ഒരു ഇതുണ്ട്, സീരീസ് ഉണ്ട് ആക്ച്വലി, അത് ഞാൻ കണ്ടിട്ടില്ല. അതും ആ ഒരു സീരീസും അതിനെക്കുറിച്ച് തന്നെയാണ് ആക്ച്വലി ഇതാക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്ക് അണ്ണനല്ലേ, ഫേസ്ബുക്ക് അണ്ണൻ When it's not enough for me, I like to be petty about it. Drop it number one, and when it's done, I just forget about it. You think you know what happened cause you read about it. Give me a head and don't get in your head about it. Chris Night Force is the only time I forced it. I told her get a bag and some shoes and some more shit. She heard I got a girl and I bought her even more shit. Don't tell me what you heard if you can't tell me who the source is. When it's not enough for me, I like to be. അതൊരു പടം തന്നെയായിരുന്നു, ഡേവിഡ് ഫിഞ്ചറിൻ്റെ വകയുള്ള അടുത്തിട്ട് കിട്ടുന്ന പടം. അതായിരുന്നു ആ പടം. എൻ്റെ മോനെ ഈ റെസ്റ്റോറൻ്റാണ്. ലാറി സിങ്ങിൻ്റെ കാര്യം അറിയാലോ, പുള്ളിയാണ് ബ്ലാക്ക് റോക്കിൻ്റെ CEO എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അസറ്റ് മാനേജ് ചെയ്യുന്ന ഫെയിമാണ് ബ്ലാക്ക് റോക്ക്. ആക്ച്വലി അവരുടെ അടുത്ത് ഏകദേശം 11 ട്രില്യൻ്റെ മുകളിലങ്ങാണ്ടുണ്ട്. അതായത് ഇന്ത്യൻ്റെ ഒരു 2.5 ഇരട്ടി GDP-ൻ്റെ ഒക്കെ ആ ഇതൊക്കെ ആയിട്ട് വരും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് അതാണ് അവന്മാരുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്ന പൈസ എന്ന് പറയുന്നത്. Nokia died twice. First to the iPhone, then to Microsoft. Everyone counted them out. But Rajiv Suri, forgotten engineer. 28ാമത്തെ വയസ്സിൽ പുള്ളി എത്തി. നെറ്റ്വർക്ക് ഡിവിഷനിലാണ് പുള്ളി വന്നേക്കുന്നത്. സ്റ്റേഷനുകൾ, ടവേഴ്സിലൊക്കെയാണ് പുള്ളിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഫോൺ, ദ വേൾഡ് ലോഞ്ച് laughed at Nokia. 2013 മൈക്രോസോഫ്റ്റ് ബൈസ് എ ഫോൺ ബിസിനസ്. 2013 മൈക്രോസോഫ്റ്റ് അവർ ബൈ ചെയ്തു. CEO സ്റ്റീഫൻ അലൗഡ് ഗെറ്റ്സ് ദ ഗ്ലോറി. മൈ ഗോഡ്, പുള്ളി രാജീവ് പുള്ളിയാണെങ്കിൽ അപ്പോഴും നെറ്റ്വർക്കിലും എല്ലാത്തിലും എപ്പോഴും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ദ നെറ്റ്വർക്ക് ആയി ബിക്കം CEO. രാജീവ് ടേക്സ് ദ ത്രോൺ ലൈക്ക് ജസ്റ്റ് സ്ട്രാറ്റജി. ബിഗ്ഗസ്റ്റ് കമ്പനി. ആൽക്കാറ്റൽ ലൂസൻ്റ്, അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. 2x 16 ബില്യൺ ആണ് വന്നത്. 5G വരുന്നത് പുള്ളി കണ്ട്. അതേ Nokia rises from ashes. One of the top 2 telecom infrastructure chain. എൻ്റെ അമ്മോ, നോക്കിയാണ് 2-ൽ 1 ടെലകോം ഇൻഫ്രാസ്ട്രക്ചറിലെ ഏറ്റവും വലിയ ജയന്റ് എന്ന് പറയുന്നത് നോക്കിയാണ്. ഇതാരും അറിയുന്നില്ല ഗൈസ്. നെവർ. ബില്യൺസ് ഓഫ് പേറ്റന്റ് കിട്ടുന്നുണ്ട്. ട്രസ്റ്റഡ് ആൾട്ടർനേറ്റീവ് ടു ഹുവായി. എൻ്റെ അമ്മ, ഹുവായിക്കൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് അവന്മാർ നിൽക്കുന്നത്. സോ രാജ് എന്നാലും ആ ചങ്ങായി ആ നോക്കി നോക്കണം. അതായത് ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കമ്പനീൻ്റെ കംബാക്ക് നോക്കണം. അതായത് ടെലകോം ഇൻഫ്രാസ്ട്രക്ചറിലെ ഏറ്റവും വലിയ ജയന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നോക്കിയാണ്. അതിപ്പോൾ ആരും അറിയില്ല. ആ ഒരു മൊബൈൽ പോയി, ബട്ട് എന്നാലും അവർ ഓരോരോ കാര്യങ്ങളിൽ ഇപ്പം ആക്ച്വലി പിടിച്ച് നിൽക്കുന്നില്ല. അവർ വളരെ ഒരു നല്ല മൂവ്മെൻറ്റ് നടത്തി അവരിപ്പോഴും ആക്ച്വലി ഇതാക്കുന്നുണ്ട്. അതാണ് എൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇതെന്നാ Sure. You can Pokemon Hi-Fi Dark Inside. Hello, Mine one. Oh. കമൻറ്റ് പറയുന്ന പോലെ ബ്ലാക്ക്ബെറി ആക്ച്വലി അത് കണ്ടപ്പോൾ ബ്ലാക്ക്ബെറി അങ്ങനെ സ്വിച്ച് ആ ഒരു സ്വിച്ച് പരിപാടിയാണ് ആ ഒരു മൊബൈൽ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി തോന്നുന്നത്. ബ്ലാക്ക്ബെറി
എൻ്റെ അമ്മ അക്സെഞ്ചർ അങ്ങനെ പുതിയൊരു ക്യാമ്പസും കൂടെ ആന്ധ്രാപ്രദേശിൽ സ്റ്റാർട്ട് ചെയ്യാം. ആന്ധ്രാപ്രദേശ് ഇപ്പം മാറി, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അതായത് ആന്ധ്രാപ്രദേശും ഹൈദരാബാദൊക്കെ ഒടുക്കത്തെ മാറ്റം വന്നിരിക്കുന്നത്. അതായത് പണ്ടത്തെ ഇപ്പോഴത്തെ ഒരു ടെക്കിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ആക്ച്വലി ഹൈദരാബാദാണ്. ഇതിനേക്കാളും വേറെ നമ്മുടെ ബാംഗ്ലൂരിനേക്കാളൊക്കെ ഇപ്പം ടെക്കിൻ്റെ എന്ന് പറയുന്നത് ആക്ച്വലി ഹൈദരാബാദാണ്. യപ്പ് 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 യപ്പ്. Is the most extraordinary thing, Bill, that a normal dishwasher busboy could grow up to be this. There's no magic. It's just 61 years of hard work every single day. I don't think there's anything more than that. Let me tell you what some of the people who you work with said about you. Demanding, perfection. It's not easy to work for. All that sound right? Perfectly, yeah. It should be like that. If you want to do extraordinary things, it should be easy. All right, guys, keep up the good work. It is the most extraordinary thing, Bill, that a normal dishwasher. ഈ പുള്ളീൻ്റെ ഇത് ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് ഞാനൊരു ഡിഷ് വാഷറാന്ന് പുള്ളി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഡെന്നീസ് എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പുള്ളിയാണ് ഇത്രയധികം കാലങ്ങൾ ഇത്രയധികം കഷ്ടപ്പെട്ടതിന് ശേഷം ഇമാതിരി ആ ഒരു ലെവലിൽ പുള്ളി എത്തിയേക്കുന്നത്. ഷോർട്ട് ഓൺ ഐഫോൺ അല്ല വൗ നൈസ്. ശമാനം കിടലനായിട്ടുണ്ട്. നല്ല വീടുകൾ, നല്ല നല്ല സ്ഥലങ്ങൾ. ഓ എയർ ഐഫോൺ എയർ. ഐ ലവ് യു ഗൈസ്. നല്ല രസമുണ്ട്, അല്ലേ? കാണാനും നല്ല രസം. യപ്പ്, നല്ല രസമുണ്ട്. പുതിയ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഗൈസ്. ഒന്നാണ് ഇതാണ് ഡിക്കാപ്രിയോൻ്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ ആണത്. പിന്നെ ലിക്കോറൈസ് പിസ, ഫാൻഡം ത്രെഡ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വൺ ബാറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇൻഹറൻറ്റ് വൈസ്, ദ മാസ്റ്റർ, ദർ വിൽ ബി ബ്ലാഡ്. ഇതൊക്കെയാണ് ഇതാക്കിയിരിക്കുന്നത്. വൺ ബാറ്റിലാണ് അതിനകത്ത് കിട്ടില്ലാനായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞല്ലോ നമ്മുടെ ക്ലൗഡി മോഡലിലേക്ക് ആന്ത്രോപ്പിക്കിൻ്റെ സാധനമൊക്കെ അവരാക്കിയിട്ടുണ്ട്. ആന്ത്രോപ്പിക്ക് ഓപ്പൺ ആയിട്ട് മനസ്സിലാവും. അതിനകത്താണ് മൈക്രോസോഫ്റ്റ് കയറി അവന്മാരെ ആഡ് ചെയ്തേക്കുന്നത്. ബഫറ്റ് വേഴ്സസ് ദ വേൾഡ്. വാരൻ ബഫറ്റ്, റിയൽ എസ്റ്റേറ്റ്. എന്തോ അല്ലേ പുള്ളിൻ്റെ കളി. ഡിവിഡൻസിൻ്റെ ലൈൻ എവിടെ കിടക്കുന്നു, റിയൽ എസ്റ്റേറ്റിൻ്റെ ലൈൻ എവിടെ കിടക്കുന്നു, ഗോൾഡിൻ്റെ ലൈൻ എവിടെ കിടക്കുന്നു, വാറൻ ബഫറ്റിൻ്റെ ലൈൻ എവിടെ കിടക്കുന്നു. എന്തോ അല്ലേ ഇത്. ഓ 1965 ഒരു ഡോളർ ഇട്ടായിരുന്നെങ്കിൽ അത് ഇന്ന് $54,904 ആയേനെ. എൻ്റെ ആ മോനെ. SAP ഡിവിഡൻസ് വെച്ച് നമ്മൾ ഇട്ടായിരുന്നെങ്കിൽ അത് ഇന്നെന്ന് പറയുന്നത് $386 ആയേനെ. റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ $24 ആയേനെ. ഗോൾഡിനാണെങ്കിൽ $20 ആയേനെ. എൻ്റെ അമ്മോ, ബഫറ്റിൻ്റെ ആ ഒരു ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കി നോക്കിയിട്ട് ഇതുണ്ട്. ഇങ്ങനെ ഇവിടം വരെ റെഡിയായിരുന്നു. 1985 വരെയൊക്കെ റെഡിയായിരുന്നു. 89 വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കയറ്റമാണ്, ഒടുക്കത്തെ കയറ്റം. പിന്നെ ഇതെപ്പോഴാണ് 2021 ആയപ്പോഴത്തേനും കൊറോണ വന്നല്ലോ. ആ കൊറോണ വന്നപ്പോഴാണ് ഇത്രയും ഒരു കയറ്റം വന്നിരിക്കുന്നത്. എന്നെ മാറ്റമല്ലേ, എന്നെ മാറ്റം എൻ്റെ പൈസ. അമ്മാതിരി ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വാറൻ ബഫറ്റ്.
അതായത് ഇന്ന് ഇത് വൻ കോമഡിയാണ്. സ്വർണത്തിന് ഈ ഒരു 2 ലാഖിന് എത്രയാണ് നമുക്ക് കിട്ടും? അടുത്ത 2 വർഷം കൊണ്ട് 4 ലാഖ് കിട്ടും, 50K കിട്ടും. എന്ത് മാറ്റല്ലേ! ഇത് ഭയങ്കര നല്ലൊരു പരിപാടിയാണ്. അത് ഇത്രയും ഒരു ചെറിയൊരു ഷോർട്ട് ഇതായിട്ട് അവർ കാണിച്ചു തന്നിരിക്കുന്നത്. എന്ത് വലിയ ഓരോരോ മാറ്റം. എന്നാ പറയാനാ ഗൈസ്? ഗൂഗിൾ പിക്സൽ ഗൂഗിൾ പിക്സൽ ഗൂഗിൾ പിക്സൽ ഗൂഗിൾ പിക്സൽ ബ്ലൂ എന്തിനാ? ഇൻഡിഗോ ബ്ലൂ. ഇൻഡിഗോ ബ്ലൂ. ഒറാക്കിളിൻ്റെ സാധനം കോംപ്ലിക്കേറ്റാണ് ഗൈസ്. ബ്ലാക്ക് റോക്കിന്റെ കഥകൾ. പുള്ളീൻ്റെ വരുന്ന ആദ്യത്തെ ലാരി ഫിങ്ക്, ബ്ലാക്ക് റോക്കിന്റെ സിഇഒ ജെയ്മി ഡീമൻ, JP മോർഗൻ ചേസ്, പിന്നെ സ്റ്റീവ് ഷവാർട്സ്മാൻ, ബ്ലാക്ക്സ്റ്റോൺ 1 ട്രില്യൺ, പിന്നെ കെൻ ഗ്രിഫിൻ, സിറ്റാഡൽ ഫൗണ്ടർ ഇൻവെസ്റ്റ്മെന്റ്, ജെറോം പൗൾ, ഇതാണ് ജെറോം പൗൾ, വാറൻ ബഫറ്റ്, ബെർക്ഷയർ ഹാത്വേസ്, മിഖായൽ ബ്ലൂബർഗ് LP, പിന്നെ ഡേവിഡ് സോൾമാൻ, ഗോൾഡ്മാൻ സാക്സ്, പിന്നെ ബിൽ ഓക്മാൻ, പേർഷിംഗ് സ്ക്വയർ ഫൗണ്ടർ, പിന്നെ ഹെൻറി ട്രാവിസ് KKR co-founder. ഇതിനകത്ത് ആദ്യം എനിക്ക് ചില കമ്പനികൾ മാത്രമേ എനിക്കറിയുള്ളൂ. സിറ്റാഡൽ, JP മോർഗൻ, ബ്ലാക്ക്സ്റ്റോൺ, ബ്ലാക്ക് റോക്ക്, ബെർക്ഷയർ ഹാത്വേസ്, ബ്ലൂബർഗ്, ഗോൾഡ്മാൻ സാക്സ്. ഇതിനകത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് നമുക്ക് അതിന് അവരെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു പിടിയില്ല ഗൈസ്. ഈ ലാസ്റ്റ് 2 പേരേതാ? റെയ് ഡാലിയോ, ബ്ലൂക്കർ വാട്ടർ ഫൗണ്ടർ, സ്റ്റാൻ ഡക്കൻലോ, ട്രേഡിംഗ് ലെജൻഡ്. ഇവരാണ് ആക്ച്വലി വാൾ സ്ട്രീറ്റ് ഭരിക്കുന്നത്. ഈ വാൾ സ്ട്രീറ്റ് ഇതെല്ലാം ഒരു ലൂപ്പാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക് കമ്പനീൻ്റെ പോർട്ട്ഫോളിയോ നോക്കണം. അതായത് ഇപ്പം ബെർക്ഷയർ ഹാത്വേസ് നമ്മൾ നേരെ നോക്കില്ല, അതിനകത്ത് മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സിനാണ് അതിനകത്ത് അതായത് വാറൻ ബഫറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ബിൽ ഗേറ്റ്സിനാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണം, ഏതായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണം. അതിനകത്തും ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, ഇങ്ങനെ കുറേയധികം കമ്പനികളുണ്ട്. അതായത് ഈ മെജോറിറ്റി ഓഫ് ദ ടെക് കമ്പനികളിലെല്ലാം എന്താ പറയുക, ഇതൊരു സർക്കിളാണ്. ഇവിടെ എന്താ പറയുക, ഇങ്ങനെ വളരെ കണക്ട് ചെയ്യുന്ന ഡോട്ടുകളാണ്. ഈ ഒരു ടെക് കമ്പനികളെല്ലാം ഇങ്ങനെ ഒരു വട്ടത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഇവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് മത്സരിക്കുന്ന സമയത്തെല്ലാം ഇതിനകത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പറയുന്നത് ഈ ഒരു ടെക് കമ്പനികൾക്ക്, ഈ ടെക് ലീഡേഴ്സിന്, അതേപോലെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസിന്, ബ്ലാക്ക് റോക്ക് ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസിന് ഇത് വഴിയായിട്ട് നല്ല രീതിയിൽ പൈസ ഉമാർക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു ലൂപ്പാണ്. ഇങ്ങനെ കൊച്ചി ഒരു ലൂപ്പാന്ന് പറയുന്ന പോലെ ഇതൊരു ലൂപ്പാണ് ആക്ച്വലി ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടി എന്ന് പറയുന്നത്. ഐ വിൽ ബി ഐ ഹാവ് ടു വിൻ. അതാണ് രണ്ട് ഓപ്ഷനുള്ളൂ, ഐ വിൽ വിൻ ആൻഡ് ഐ ഹാവ് ടു വിൻ. ഇങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാവും. BMW ന്യൂ ലോഗോ, BMW ന്യൂ ഓൾഡ്. കളർ കുറച്ച് മാറിയിട്ടുണ്ട്. ആ ഒരു നീല കുറച്ച് കൂടി ഡാർക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഇത് ഇങ്ങനെയായിരുന്നു BMW 1917 ഇത് ഇങ്ങനെയായിരുന്നു. അതിനകത്ത് മഞ്ഞ ബോർഡറൊക്കെ ആയിരുന്നു. ബോർഡർ മഞ്ഞ BMW ഇതൊക്കെ ആയിരുന്നു അതിനകത്ത് ആക്ച്വലി അവന്മാർ ഇതാക്കിയിരിക്കുന്നത്. അതിനുശേഷം 1934 ലോഗോ ചേഞ്ച് ചെയ്തു. അത് ഏകദേശം എത്ര ഒരു 16 വർഷങ്ങൾക്ക് ശേഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1953
ചേഞ്ച് ചെയ്ത്, പിന്നെ 1963 ചേഞ്ച് ചെയ്ത്, 1997 ചേഞ്ച് ചെയ്ത്, പിന്നെ 2020 ആക്ച്വലി ചേഞ്ച് ചെയ്ത്, പിന്നെ ഇപ്പം 2023 അവന്മാർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വാവ്. എല്ലാത്തിനും സെയിം, ബട്ട് ആക്ച്വലി എവിടെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നല്ലേ? അതാണ് BMW ഉണ്ട്. ഐഫോൺ പ്രോ പാക്കേജിങ് ബോക്സസ് 2019 ഇത് ഇങ്ങനെയായിരുന്നു, 2020 ഇങ്ങനെ, 2021 ഇങ്ങനെ, 2022 ഒരു വെള്ള, 2023 വെള്ള, 2024 വെള്ള, 2025 വെള്ള. ഈ ഒരു ഇതാണ്, ഈ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ആ ഒരു കളറിനാണ് ഇപ്പം വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള സാധനം അവന്മാരെ ഇറക്കുന്നത്. ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ് ആക്ച്വലി ഈ സാധനം എന്ന് പറയുന്നത്. ഇവരെല്ലാം ഒരു റിലേഷനിലാണ്. ബ്ലാക്ക് റോക്ക് ആണെങ്കിലും എല്ലാവരാണെങ്കിലും. ഒറാക്കിളും അതേപോലെ ഓപ്പണയും 300 ബില്യൻ്റെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പണയും എൻവിഡിയയും തമ്മിൽ GPUസിന് വേണ്ടിയിട്ടും ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻവിഡിയ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 100 ബില്യൺ, അതായത് GPUs കൊടുത്തിട്ട് നമ്മളെ ആരെ ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ആക്ച്വലി ഇതൊരു സർക്കിളാണ്. ഓപ്പൺ ഒറാക്കിൾ, എൻവിഡിയ ഇവന്മാർ ഇങ്ങോട്ടും സഹായിക്കുന്നു, ക്യാഷ് വരുന്നു, ഇങ്ങനെ ബൂമാവുന്നു. അതാണ് ഇതിനകത്ത് സിമ്പിൾ പരിപാടി എന്ന് പറയുന്നത്. അതിനകത്ത് വലിയൊരു ന്യൂസാണ്. 300 ബില്യണാണ്. അതായത് ഇപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, അതായത് 500 ബില്യണാണ് ഓപ്പണേൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് 300 ബില്യൻ്റെ ഒരു കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. 2028 2030 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു 300 ബില്യൺ എന്ന് പറയുന്ന ആ ഒരു സാധനം ഇതാക്കിയിരിക്കുന്നത്. പിന്നെ കഴിച്ച് ഇപ്പം നമ്മുടെ സ്പൈഡർമാൻ ഷൂട്ട് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോം ഹോളിൻ്റെ ഒക്കെ വീഡിയോസ് ഇപ്പം ആക്ച്വലി വൈറലായിട്ടുണ്ട്. അതാണ് വേറൊരു കാര്യം. സ്പൈഡർമാൻ 3 would have been look like Amazing Spider-Man 3. Peter discovers a formula that can bring people back to life. Yo, George Stace, Norman Osborn and Richard Parker were all set to return. ഇവന്മാരെല്ലാവരും റിട്ടേൺ അടിക്കുമായിരുന്നു. Girl's return could have led to her becoming Spider-Gwen. Meanwhile, the general begins formatting the Sinister Six. Norman was planned to return as their leader with the Vulture Gene. Felicita Hardy would reappear this time as Black Cat. All of this was building towards a larger Spider-Verse with spin-offs. Marvel movies. അപ്പം ആ സ്പൈഡർമാൻ 3 എങ്ങനെ വന്ന അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു ഗൈസ്? SIPൻ്റെ ഗുണങ്ങൾ. താങ്ക്സ് ഡാഡ്. ഇതൊരു സത്യമാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഐപോഡാണല്ലോ. ഏ 3D ലെയർ, ഓ സീൻ 3D. എൻ്റെ മോനെ 3D. അപ്പം 26ൻ്റെ iOS 26ൻ്റെ ഫീച്ചറാണ് ആക്ച്വലി ഈ ഒരു 3D എഫക്റ്റ് അതിനകത്ത് ഐപോഡിലൊക്കെ അവന്മാർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. 3D. No risk, no story. I think it will be bigger than me. Let's see if he has this. ഇത് നമ്മൾ ഇന്നലെ കണ്ടാണ് കഴിച്ച്. നമുക്ക് അങ്ങനെ കണക്റ്റ് ആവുന്നില്ലെന്നല്ല, ഇന്നലെ കണ്ടതാണ്. പിന്നെ ഇങ്ങനെ തന്നെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. When I was 19, I assumed that the people running these big tech companies really had it all figured out, and there were, adults in the room, and somebody had a plan, and there were these people that were like way different than me that understood how to do things, and the companies were like running very well, and there was like not much
drama and everything was being handled by the adults. And now that I'm supposed to be the adult in the room, I will tell you, I think no one has a plan. No one really has it all working smoothly. Everyone, or at least I am figuring out as they go. And, you have things you want to build and then things go wrong and you bet on the wrong people or the right people, and, you get a technological breakthrough here or you don't there, and you just keep putting one foot in front of another, and you put your head down and work, and you have these tactics that some of them become great strategies, some of them don't. You try something and the market reacts in some way, or your competitors react in some way, and you do something else. And now my conception is everybody is kind of figuring it out as they go. Everybody is learning on the job. I don't think that's false humility. I think that's just the way the world works. When I was 19, I just Gold Gust Wave, Gemini 2.1 Nano pre-mentioned later update. Oh, Nano Banana. Oh, see ya. How will you upskill if you were young again? The guidance I give ourselves as a company is keep on the frontier and be ready for the next drop. It's kind of like you want to work in multiple gears. So you're all the time sort of looking at what's coming and saying, what is the impossible thing that I can make possible with what's coming? While I am then making what I built yesterday optimized for cards, for latency, for deployment. So that 2 gears, you have to simultaneously work on it. One has to deal with both the pace and the scale of innovation. Is to be very good at sampling with agility. I think is the way, at least as a software developer, you have to sort of work in this age of AI. How will you upskill if you were young again? The guidance I give you ourselves. Yeah, upskill. ഈ വരുൺമാൻ്റെ വരുൺമാൻ്റെ ഇത് ആക്ച്വലി ഇൻസ്റ്റഗ്രാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പുള്ളീൻ്റെ. അതായത് പുള്ളീൻ്റെ വൈഫും ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവ് ആണ്. എസ്പെഷ്യലി ഈ ഒരു എന്താ പറയുക, ഒരു ടെക് ഫീൽഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൺസേണിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഇതാക്കുന്നത്. അതായത് എസ്പെഷ്യലി ടെക് റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് കണ്ടൻറ്റാണ് പുള്ളിയുടെ വൈഫൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കിട്ടില്ല കാരണം ഇവർക്കൊരു ഇതൊക്കെ ഉണ്ട്. ഇവർക്ക് തന്നെ പല രീതിയിലുള്ള പല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ട്. ആക്ച്വലി ഇവരുടെ പേര് തന്നെ റൺ ചെയ്യുന്ന പല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ട്. അതൊക്കെ വളരെ കിട്ടില്ല സാധനം. നല്ല കണ്ടൻസ് ആണ് അവർ എന്താ പറയുക തരുന്നത് പോലും റാക്കിൾ. So if things are going good, enjoy it. It won't last forever. If things are going bad, don't worry. It can't last forever. ഗൈസ്, ഇതൊരു സത്യം തന്നെയാണ് കാര്യം. അതായത് എനിക്ക് ആകെ ഒരു മൂഡാഫായി ഊമ്പിത്തിരിക്കുന്ന ഞാനായിരുന്നു. എന്നിട്ട് ഞാനാണ് ഇതിനകത്ത് വന്ന് ഇങ്ങനെ കിടന്ന് നിങ്ങളോട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കണം, ഇതൊന്നും ചെയ്യണ്ടെന്ന് വരെ എനിക്ക് പലതവണ തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ ചെയ്തു, അത് വേറൊരു കാര്യം. ബട്ട് ആക്ച്വലി ഇത് ചെയ്തത് നല്ല രസമായി. എന്തായാലും അത് വേറൊരു കാര്യം. ചെയ്തത് കൊണ്ട് കുറച്ച് ഗുണമായി. ഇപ്പം കുറച്ചും കൂടി ഒരു ഇതായിട്ടുണ്ട്. അതായത് ആ ഒരു സാഡ്നെസ്സൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അതായത് എല്ലാം ടെമ്പററി ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു വിഷമങ്ങളും എല്ലാം തന്നെ വളരെയധികം സിമ്പിൾ ആൻഡ് ടെമ്പററി ആണ് ഗൈസ്. അപ്പം ഇപ്പം ഓമ്പിത്തിരിഞ്ഞ് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാധനം കിട്ടും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും കിട്ടും എന്തായാലും.
അത്രേ പറയുന്നുള്ളൂ. ഇത് സീനാട്ടോ. ഈ ഒരു സൊമാറ്റോ ഡ്രൈവർ സ്പോട്ട് ചെയ്തത് പുള്ളി ഇത് കുറേ കാലം മുന്നേ ഉള്ളതാണ് ആക്ച്വലി. ഈ ഒരു സൊമാറ്റോ ഡ്രൈവർ ഈ പുള്ളിക്ക് കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളി. ബട്ട് പുള്ളിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ വഴിയായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു, സ്വന്തം കാര്യം വേറെ ഫാമിലീൻ്റെ കാര്യമൊക്കെ പുള്ളി നോക്കുന്നു. ഇതിലെ മനുഷ്യൻ സീനാണ് ഗൈസ്, സീൻ. ഇതൊക്കെ കണ്ടാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും കാര്യം ഒന്നും തന്നെയല്ല. ഈ പുള്ളി ഏതാ? വിച്ച് സ്റ്റിക്സ് പുള്ളി ബില്ലർ. Almost every successful person has had to deal with some degree of hardship. How successful you are is really a function of how you deal with failure, and if you deal with failure well and you persist, you're a high probability of being successful. Almost every successful person has had to deal. പുള്ളിൻ്റെ പേരാണ് ബിൽ അക്മാൻ. പുള്ളി ഒരു അസാധ്യമായ രീതിയിലുള്ള ഇൻഡസ്ട്രിയാണ്. ഈ ഒരു വാറൻ ബഫറ്റിനെ പോലെയൊക്കെ. ബ്ലാക്ക് റോക്ക് പണം ഇങ്ങനെ അവന്മാർ വാരി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലാക്ക് റോക്ക് 12.5 ട്രില്യൺ. നല്ല AI വീഡിയോ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും. You have to sacrifice. Let me tell you the best advice I ever got at Harvard. You want to be great, you need to sacrifice. The more painful the sacrifice, the greater you'll be. To get anything of value, you have to sacrifice. As you know, it's a harder thing to do and the right thing to do are usually the same thing. Nothing that has meaning is easy. Life is this. I like this. സാക്രിഫൈസ് അല്ലാതെ ഒരു ഉണ്ടയും കിട്ടില്ല, അത്രേ ഉള്ളൂ. സാക്രിഫൈസ്. ചില ആൾക്കാർ ഇന്ന് രാത്രികളിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും. അവർക്കത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, എല്ലാത്തിനും ഒരു ടൈം ഉണ്ടാവും. എന്താ പറയുക, ആ ഒരു ടൈമിന് ശേഷം എല്ലാം കിട്ടും. പണ്ട് എന്താ ദുൽഖർ പറഞ്ഞതുപോലെ എനിക്കൊരു ദുൽഖർ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതേപോലെ തന്നെ rich versus poor. I brand shoes, buying new branded car, partying on the weekends, jump on every trend. സത്യം. ഇൻവെസ്റ്റ് ഇൻ അസറ്റ്സ് ആർ മെറ്റീരിയലിസ്റ്റിക്. സത്യം. ഈ സുക്രനൊക്കെ ഓർത്ത് നോക്കിയാൽ പുള്ളി എപ്പോഴും ആ ഒരു ജീൻസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ജീൻസും അതേപോലെ തന്നെ ആ ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് പുള്ളിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. സ്പെൻഡ് മണി ഓൺ ബുക്സ് ആൻഡ് കോഴ്സസ്. യെസ്. സെൻഡ് ആൻഡ് crush their goals. It's all about the goal and it's all about the journey, guys. It's all about that. MacBook. Intel. അതായത് NVIDIA ഏകദേശം 5 ബില്യൺ ആണ് ഇന്റലിൽ അവർ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ NVIDIAൻ്റെ CEO ഈ അടുത്ത് പറയുകയുണ്ടായി, അതായത് നമ്മുടെ AI റൈസിൽ ഇവർക്ക് അത്ര നല്ലൊരു ചിപ്പ് സെറ്റ് ഒന്നും ഉണ്ടാക്കാൻ ആക്ച്വലി ഇന്ത്യക്കാർക്ക് ആക്ച്വലി സാധിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. Investors are hoping NVIDIA Washington struggling to make Intel's track record shows just how far it's fallen. അതായത് 25 വർഷം മുന്നേ നമ്മൾ $10,000 അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ
വിത്ത് ഡിവിഡൻഡ് ആൻഡ് റിയൽസ്മെൻറ്റ് നമ്മൾ വെറുതെ എന്തോ $10,554 മാത്രമേ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. കാരണം അത്രയും വളരെ വളരെയധികം കുറവുള്ളൊരു വളരെ വളരെ ഡിഗ്രേഡ് ചെയ്ത കമ്പനിയാണ് ഇൻ്റൽ എന്ന് പറയുന്നത്. അതേപോലെ അവർക്ക് നല്ലൊരു സെറ്റ് ബാക്ക് ഒക്കെ ആക്ച്വലി കിട്ടുന്നുണ്ട്. 2000-ലും നോക്കണം, 2025-ലും കണ്ടോ, 21 വരെ, അതായത് മാർച്ച് 21 വരെ, 2021 $21,361 വരെ എത്തിയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു $10,554 ആയിട്ട് മാറിയത്. എന്ത് മാറ്റമല്ലേ! അതങ്ങനെ കമ്പനികളുടെ ഓരോരോ കാര്യങ്ങൾ നമുക്കിതൊന്നും ഒരിക്കലും വി കനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ്. അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അപ്പം നമുക്ക് നാളെ പകലാം ഗൈസ്.